എൻ്റെ മഹാദേവ, എല്ലാം ഇങ്ങനെ മംഗളമായി അവസാനിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എൻ്റെ കുട്ടി എന്നോട് ക്ഷമിക്കുമെന്നായിരുന്നു എൻ്റെ പേടി. എല്ലാം നിന്റെ കൃപ. അമ്മ എൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ആഹാ, ഇത് കൊള്ളാലോ ശാരദ കൊച്ചേ. ഇതിൻ്റെ ഇടയിൽ രണ്ടാളെ ഒന്നിപ്പിക്കാൻ ഓടിയത് ഞാനാ. എന്നിട്ട് ക്രെഡിറ്റ് മുഴുവൻ ഇപ്പോൾ ഭഗവാനുമല്ലേ? ഏട്ടൻ ഇടയിൽ കയറി. നീ പോടാ, നിന്നെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ തോന്നിച്ചത് എൻ്റെ ഭഗവാൻ തന്നെയാണ്. ഇത് കൊള്ളാലോ കളി. അമ്മയും ഏട്ടന് തർക്കിച്ച് കയറുകയാണ്. ഞാൻ നൈസായിട്ട് പുറത്തേക്കിറങ്ങി. വേറെ ഒന്നുമല്ല, എല്ലാ നല്ല കാര്യത്തിനും ഒരല്പം മധുരമാവാമെന്നല്ലേ. അപ്പം പിന്നെ ഇനി അതായിട്ട് കുറയ്ക്കേണ്ട. ഞാൻ വേഗം കിച്ചണിൽ ചെന്ന് പായസം റെഡിയാക്കി. പാലാരോ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്നു. ചിലപ്പോൾ അമ്മയാവാം. അതുകൊണ്ട് പെട്ടെന്ന് പണി കഴിഞ്ഞു. പിന്നെ അത് 2 ഗ്ലാസ്സിലേക്കായി പകർന്നു. ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ടോമാഞ്ചേരി പോലെ ഇരുന്ന 2 ഇപ്പതേ ഡോറ ബുജി പോലെ തമാശ പറഞ്ഞിരിക്കുന്നു. ഞാൻ അടുത്ത് ചെന്ന് പായസം അമ്മയ്ക്ക് നീട്ടി. മോളിപ്പോൾ ഇതുണ്ടാക്കാനാണോ പോയത്? അമ്മ, അത് ഒരിത്തിരി മധുരമാവാമെന്ന് കരുതി. അമ്മ അതിനൊരു സ്പൂൺ പായസം എടുത്ത് എനിക്ക് നേരെ നീട്ടി. ഇത് ഞാൻ ഉണ്ടാക്കിയത് അമ്മയ്ക്ക് വേണ്ടിയാ. അപ്പോൾ അമ്മ തന്നെ ആദ്യം കഴിക്കണം. ഞാനത് അമ്മേനെ കൊണ്ട് കഴിപ്പിച്ചു. ബാക്കിയുള്ളത് ഏട്ടൻ അമ്മയ്ക്ക് കോരിക്കൊടുത്തു. അമ്മായി, ഒരലർച്ചയും അതിനോടൊപ്പം ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് ഒരു ഊക്കോടെ നിലംപതിച്ചതും ഒന്നിച്ചായിരുന്നു. ഞാനടക്കം എല്ലാവരും എന്തെന്ന ഭാവേനെ നോക്കുമ്പോൾ ദേഷ്യത്തോടെ അതിലേറെ പേടിയോടെ എന്നെ നോക്കുന്ന ഹിമയാണ് കാണണേ. എന്താടി, നിനക്ക് ഭ്രാന്തായോ? പൊട്ടിച്ചിതറി കിടക്കുന്ന ഗ്ലാസ്സിലേക്ക് നോക്കിക്കൊണ്ട് മനുവേട്ടൻ ഹിമയ്ക്ക് നേരെ ആക്രോശിച്ചു. അതെ, എനിക്ക് ഭ്രാന്താ. അങ്ങനെ തന്നെ കൂട്ടിക്കോ. പക്ഷേ ഈ പായസം കഴിക്കരുത്. കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വല്ലാത്തൊരു ഭാവത്തോടെ എന്നെ നോക്കിക്കൊണ്ടാണ് അവളത് പറഞ്ഞത്. എന്താ കഴിച്ച? അല്ല, നീ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നു? ഞാൻ നിന്നെ ബസ് കയറ്റിയതല്ലേ? മനുവേട്ടന് ദേഷ്യത്തിൽ തന്നെയാണ്. തിരിച്ചു വന്നതുകൊണ്ടാണല്ലോ ചിലതൊക്കെ അറിയാൻ പറ്റിയത്. പറഞ്ഞു നിൽക്കാൻ സമയമില്ല മനുവേട്ട. വേഗം അമ്മായി ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇവൾ ഇതിൽ പോയിസൺ മിക്സ് ആക്കിയിട്ടുണ്ട്. ഹിമ, അനാവശ്യം പറയരുത്, ഏട്ടൻ അലറി. മനുവേട്ട പ്ലീസ്, വഴക്ക് പിടിക്കാനുള്ള സമയമല്ലത്. ദേ നോക്ക്, ഇവളുടെ ഫോണിൽ നിന്ന് എനിക്ക് വന്ന മെസ്സേജാണിത്. അവൾ ഫോൺ മനുവേട്ടന് നേരെ നീട്ടി. നഷ്ടങ്ങൾ അത് എനിക്ക് മാത്രമായാൽ എങ്ങനെയാ ഹിമ ശരിയാവുക? എല്ലാത്തിനും ഇന്നത്തോടെ ഞാൻ തീർപ്പ് കൽപ്പിക്കും. എൻ്റെ അമ്മയെ ഇല്ലാതെയാക്കിയവരാരും ഇനി എനിക്ക് ചുറ്റും വേണ്ട ഹിമ. മെസ്സേജ് വായിച്ചതും ഞാൻ പോലും ഞെട്ടിയിരുന്നു. എന്തെന്നാൽ എൻ്റെ ഫോൺ വിവാഹശേഷം ഞാനത് കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ അതിന് പറ്റിയ സാഹചര്യമല്ലായിരുന്നല്ലോ എനിക്ക് ചുറ്റും. അതുകൊണ്ട് തന്നെ വന്ന ദേഷ്യത്തെ നിയന്ത്രിക്കാൻ എനിക്കായില്ല. ഹിമ മതി, ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് നീ. ഞാനത് പറഞ്ഞു മുഴുവനാക്കും മുന്നേ അമ്മ ചുമച്ചു. ബ്ലഡ് ഛർദ്ദിച്ചിരുന്നു. അമ്മ, ഞാനും ഏട്ടനും ഓടിച്ചെന്ന് അമ്മയെ പിടിച്ചു. ഏട്ടാ, വണ്ടിയെടുക്ക്, ഹിമ എന്നെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. വേഗം അമ്മേനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പിന്നെ ഒരു ഓട്ടോ ആയിരുന്നു. ഐസുവിലേക്ക് അമ്മനെ കയറ്റുമ്പോഴും എൻ്റെ കയ്യിൽ അമ്മ വിടാതെ പിടിച്ചിരുന്നു. അമ്മയ്ക്കറിയാം നീയല്ല ഇതിന് പിന്നിലെന്ന്. വളരെ പതിഞ്ഞ സ്വരത്തിലാണ് അതമ്മ പറഞ്ഞതെങ്കിലും അതെനിക്ക് വലിയ ആശ്വാസമായിരുന്നു. അമ്മയെ ഐസിയുവിലേക്ക് കയറ്റിയതും ഞാൻ തളർന്ന് ചുമരിലേക്ക് ചാഞ്ഞു നിന്നു. എന്തിനായിരുന്നു മഹാദേവ ഇതെല്ലാം? എന്നെ പരീക്ഷിച്ച് മതിയായില്ലേ നിനക്ക്? മനസ്സ് തേങ്ങിക്കൊണ്ടിരുന്നു. സമാധാനമായല്ലോ നിനക്ക്? എന്തിനാടി ഈ അഭിനയം? പാവം എൻ്റെ അമ്മയെ നീ. ആ വാക്കുകൾ എന്നെ കുത്തിക്കേറി. അതിനേക്കാൾ എന്നെ വേദനിപ്പിച്ചത് അത് പറഞ്ഞ ആളായിരുന്നു, എൻ്റെ മനുവേട്ടൻ. ആരെന്നെ സംശയിച്ചാലും ഏട്ടനിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഏട്ടാ, ഞാനല്ല, ഒന്ന് വിശ്വസിക്ക് പ്ലീസ്, ഞാൻ ഏട്ടനെ പിടിച്ചു പറഞ്ഞു. എന്നാൽ എൻ്റെ കൈകളിൽ തട്ടി മാറ്റി ഏട്ടൻ നടന്നകന്നു. ഞാനല്ല. അപ്പോഴും ഞാൻ തേങ്ങിക്കൊണ്ടിരുന്നു. പിന്നീട് സംഭവിച്ച ഓരോന്നും എന്നേക്കാൾ നന്നായി അറിയാലോ. പിന്നിലൊരു കരസ്പർശം ഏറ്റാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത്. ആൻറ്റിയാണ്. എന്താ കുട്ടി, റെഡിയാവണില്ലേ? ദേ ഒരു 10 മിനിറ്റ്. നിറഞ്ഞ കണ്ണ് ആൻറ്റി കാണാതെ തുടച്ച് ഞാൻ അകത്തേക്ക് കയറി. മുറിയിലെത്തി ഞാൻ ഏട്ടൻ തന്ന കവർ തുറന്നു. ഒരു വൈറ്റ് നെറ്റ് മോഡൽ ധാവണി, റെഡ് സ്റ്റോൺ വർക്ക് ചെയ്ത ബോർഡർ, റെഡ് സ്റ്റോൺ വർക്ക് ചെയ്ത ബ്ലൗസും പാവാടയും, ഒപ്പം ഒരു കുറിപ്പും. എൻ്റെ ആ പഴയ ധാവണിക്കാരിക്ക് അറിയാതെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുഞ്ചിരി വിടർന്നു. കെട്ടിയാൻ്റെ സെലക്ഷൻ കൊള്ളാം. എന്തായാലും അതൊക്കെ ഇട്ട് നന്നായി അങ്ങ് ഒരുങ്ങി. ഇതേ സമയം മറ്റൊരിടത്ത്. ഹലോ മിസ്റ്റർ റഹീം, ഞാൻ ശേഖരൻ. ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ചത്. എനിക്കൊരു സഹായം വേണം തൻ്റെ. അയ്യോ സാറോ? എന്ത് സർ? തീർക്കണം ഒരു പെണ്ണിനെ. നിനക്ക് ഫോട്ടോ ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവളുടെ വീട്ടിലൊരു പാർട്ടി നടക്കുന്നുണ്ട്. ഞാൻ അവിടെ ഉണ്ടാവും, നീയും ഉണ്ടാവണം, കാറ്ററിംഗ് വേഷത്തിൽ. ഷുവർ സർ. പാർട്ടിക്ക് എല്ലാവരും എത്തി തുടങ്ങിയിരുന്നു. എന്നാൽ എൻ്റെ കണ്ണ് ഏട്ടന് വേണ്ടി തിരഞ്ഞുകൊണ്ടിരുന്നു.
എന്തെത്ര വൈകുന്നത്? വിളിച്ചു നോക്കണോ? അതെ കെട്ടിയോളെ, നീ എന്നെയാണോ ഇങ്ങനെ നോക്കണേ? തിരിഞ്ഞു നോക്കുമ്പോൾ ഏട്ടനിതേ എൻ്റെ തൊട്ടരികിൽ. എൻ്റെ പഠിച്ചോനെ, എന്നാ ലുക്കായി ചങ്ങായിക്ക്. ഞാൻ നോക്കി നിന്ന് പോയി. ദേ പെണ്ണെ, ഇങ്ങനെ നോക്കല്ലേ, കൺട്രോൾ പോകുന്നു. ഏട്ടൻ എന്നെ നോക്കി സൈറ്റ് അടിച്ചു. പോടാ. ഞാനൊരു തട്ട് കൊടുത്തു. അനു, ഒന്നിങ്ങോട്ട് വന്നേ. ആൻറ്റി എന്നെ വിളിച്ചുകൊണ്ട് പോയി ആർക്കൊക്കെയോ പരിചയപ്പെടുത്തി കൊടുത്തു. മാഡം, ജ്യൂസ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാറ്ററിംഗ് ബോയാണ്. നോ താങ്ക്സ്, ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പ്ലീസ് മാഡം, ഇത് എൻ്റെ ആദ്യത്തെ വർക്കാണ്. മാഡത്തിന് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിയതാണ്. അവൻ്റെ പറച്ചിൽ കേട്ട് ഞാനൊന്ന് നോക്കി. എനിക്ക് വേണ്ടി സ്പെഷ്യലോ? അതെ മാം, വിഷ്ണു സാറിൻ്റെ മകളില്ലേ മാം, അപ്പോൾ ആദ്യം മാഡത്തിന് തന്നെ തരാമെന്ന് കരുതി. പിന്നെ ഞാനും കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല. അല്ലെങ്കിലും ഒരു ജ്യൂസ് കുടിക്കാൻ ഇത്രയും എൻക്വയറി വേണോ? ഞാൻ ആ ജ്യൂസ് എടുത്തു. അല്ല, തൻ്റെ പേരെന്താ? റഹീം. അവൻ അതും പറഞ്ഞ് നടന്നു. ഞാൻ പതിയെ ജ്യൂസ് ചുണ്ടോട് അടുപ്പിച്ചു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അപ്പോൾ നമുക്ക് പാർട്ടി ഒഫീഷ്യലായി അങ്ങ് തുടങ്ങാം. ഒത്തിരി സ്നേഹത്തോടെ, 1000 ആശീർവാദങ്ങളോടെ വിശ്വനങ്കിൾ ജാനകി ആൻറ്റിയുടെ കൈ പിടിച്ച് ഇന്നേക്ക് 1/4 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ലവ്ലി കപ്പിൾസിനെ വിളിക്കാല്ലേ? ലെറ്റസ് വെൽക്കം വിശ്വനങ്കിൾ ആൻഡ് ജാനു ആൻറ്റി ഓൺ ടു ദി സ്റ്റേജ്. സ്റ്റേജിൽ ദീപു തകർക്കുകയാണ്. ആൻറ്റിയും അങ്കിളും സ്റ്റേജിലോട്ട് കയറി. പതിയെ ഞാൻ ഏട്ടൻ്റെ കൈ ചേർത്ത് പിടിച്ചു. പതിയെ 2 പേരുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. പെട്ടെന്ന് അങ്കിൾ ദീപുവിൽ നിന്ന് മൈക്ക് വാങ്ങി. ഇപ്പോൾ എല്ലാവർക്കും തോന്നുന്നുണ്ടാകും ഇത്രയും നാളില്ലാത്ത ഈ ആഘോഷം എന്തിനാന്ന്. അതെന്തെന്ന് വെച്ചാൽ ഇത്തവണ ഈ ആഘോഷത്തിൻ്റെ മാറ്റുകൂട്ടാൻ ഒരാൾ കൂടിയുണ്ട് ഞങ്ങളുടെ ഒപ്പം. വേറെ ആരുമല്ല, ഞങ്ങളുടെ അനു, എൻ്റെ മാനസപുത്രി അനുപമ വിശ്വനാഥൻ. അങ്കിളും ആൻറ്റിയും കണ്ണുകൾ കൊണ്ട് എന്നെ അരികിലേക്ക് വിളിച്ചു. ഏട്ടനും കണ്ണുകളാൽ മൗനാനുവാദം തന്നതും ഞാൻ മെല്ലെ ഏട്ടൻ്റെ കയ്യിൽ നിന്നും കൈ വേർപ്പെടുത്തി സ്റ്റേജിലേക്ക് നടന്നു. അങ്കിളുടെയും ആൻറ്റിയുടെയും ഒപ്പം നിന്നു. എന്നാൽ എങ്ങനെയെങ്കിലും ഏട്ടനെയും കൂടെ ഇവിടെ കയറ്റണം, എന്നാലേ എല്ലാം അങ്കിളിനോട് പറഞ്ഞ് പെർമിഷൻ വാങ്ങാൻ പറ്റൂ. ഐഡിയ. ഞാൻ മൈക്ക് വാങ്ങി. അപ്പോൾ ഇനി കേക്ക് കട്ട് ചെയ്യാം. എന്നാൽ അതിനു മുൻപ് ഒരു നല്ലൊരു സോങ് ആയാലോ? നല്ലൊരു റൊമാൻറ്റിക് സോങ് തന്നെ ആവാം അല്ലേ? പക്ഷേ ദീപു, ആര് പാടും? ആ, നമ്മുടെ മാധവ് ഡോക്ടർ നല്ലോണം പാടും കേട്ടോ. എല്ലാവരും അദ്ദേഹത്തൊന്ന് എൻകറേജ് ചെയ്തേ. കമോൺ. എൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ട് ഏട്ടനൊന്ന് ഞെട്ടിയിരുന്നു. നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ഇതിപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്നായി. ഏട്ടനിട്ടൊരു പണിയുമായി സ്റ്റേജിൽ കയറും ചെയ്യാം. കമോൺ മാൻ. അങ്കിൾ കൂടി ഏറ്റുപിടിച്ചപ്പോൾ പിന്നെ ഏട്ടനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഏട്ടൻ സ്റ്റേജിലെത്തിയപ്പോഴേക്കും ഞാനൊരു ഗിറ്റാറും സംഘടിപ്പിച്ചു കൊടുത്തു. ഏട്ടനൊന്ന് നോക്കിയപ്പോൾ ഞാൻ പല്ലിളിച്ചു കൊടുത്തു. മൂപ്പരുടെ പ്രിപ്പറേഷൻ കണ്ട് എനിക്ക് ചിരി വരുന്നുണ്ട്. ഇത് പാടാൻ ഇത്ര പ്രിപ്പറേഷനൊക്കെ വേണോ? ഞാൻ മനസ്സിൽ പറഞ്ഞു. ഏട്ടൻ്റെ പാട്ടിൽ അലിഞ്ഞു പോയിരുന്നു ഞാൻ. ഇത്ര നന്നായിട്ട് ഈ കടുവ പാടുമായിരുന്നു. സ്വന്തം കെട്ടിയോൻ്റെ കഴിവ് പോലും അറിയാത്ത ലോകത്തിലെ ആദ്യ ഭാര്യ ഞാനാകും. ഞാൻ നോക്കുന്നത് കണ്ടിട്ട് ഏട്ടൻ സൈറ്റ് അടിച്ച് കാണിച്ചു തന്നു. നാണിച്ച് തിരിഞ്ഞപ്പോഴാണ് എന്നെയും വെട്ടാതെ നോക്കുന്ന ദീപുവിനെ കണ്ടത്. ഞാൻ മുഖം തിരിച്ചു. അപ്പോഴേ ആ ജന്തു എൻ്റെ അടുത്തേക്ക് വരുന്നു. അനു, ടുഡേ യു ലുക്കിംഗ് സോ പ്രിറ്റി, അവൻ പതിയെ പറഞ്ഞു. മറുപടിയായി ഞാനൊന്ന് പുഞ്ചിരിച്ചെങ്കിലും ആകെ ഒരു സമാധാനക്കേട്. എൻ്റെ മുഖം കണ്ട് എന്തേന്ന് ഏട്ടൻ പുരിക ഉയർത്തി ചോദിച്ചെങ്കിലും ഒന്നുമില്ല എന്ന് ഞാൻ കണ്ണടച്ച് കാണിച്ചു. പെണ്ണെനിക്കിട്ട് ഒരു പണി തന്നതാണ്. എന്നാൽ അതിൽ അവൾ തന്നെ മൂക്കും കുത്തി വീണു. സത്യം പറഞ്ഞ പാടുന്ന ഓരോ നിമിഷവും അവളായിരുന്നു മനസ്സ് നിറയെ. ശരിക്കും അവളുടെ ആ ചിരി, എൻ്റെ സാറേ. അപ്പോഴാണ് ആ കട്ടുറുമ്പ് എന്തോ അവളോട് ചെന്ന് പറഞ്ഞത്. പിന്നെ പെണ്ണിൻ്റെ മുഖം അമാവാസി രാവിനേക്കാൾ കഷ്ടമായിരുന്നു. ചോദിച്ചപ്പോൾ ദേ ഒന്നുമില്ല എന്ന് കണ്ണടച്ച് കാണിച്ചു. റഹീം, ആർ യു ഷുവർ? ആ ജ്യൂസ് അവൾക്ക് നീ കൊടുത്തോ? പോയിസൺ മിക്സ് ആയില്ലേ അതിൽ? എൻ്റെ സാറേ, സാറ് തന്ന ആ പോയിസൺ മിക്സ് ആക്കിയിട്ട് തന്നെയാണ് ജ്യൂസ് അവൾക്ക് കൊടുത്തത്. ആ പെണ്ണ് അത് കുടിക്കണത് ഞാൻ കണ്ടതാ. എന്നിട്ട് എന്താടോ അവൾക്കൊന്നും സംഭവിക്കാത്തത്? സമയമുണ്ടല്ലോ സർ, വെയിറ്റ് ചെയ്യ്. നീ പൊക്കോ, ആരും കാണണ്ട. ശരി സർ. എന്നാൽ ഇനി കേക്ക് കട്ട് ചെയ്യാം. ദീപുവാണ്. ഷുവർ. അങ്കിളും ആൻറ്റിയും കേക്ക് കട്ട് ചെയ്തു. 2 പേരും എനിക്ക് നേരെ നീട്ടി. ഞാൻ അതിന് കുറച്ചെടുത്ത് അവരുടെ 2 പേരുടെയും വായിൽ വെച്ച് കൊടുത്തു. ഈ അസുലഭ മുഹൂർത്തത്തിന് മാറ്റേക്കുവാൻ ഒരു സന്തോഷ വാർത്ത കൂട്ടി പറയുവാണേ. ദേവനങ്കിളാണ്. ഇതിപ്പോൾ എന്ത് എന്ന ഭാവേനെ ഞാൻ അങ്കിളിനെ നോക്കി. വേറെ ഒന്നുമല്ല, കാള കളിച്ച് നടക്കുന്ന ഈ 2 ഒരു മൂക്കുകയറിടാൻ ഞങ്ങളങ്ങ് തീരുമാനിച്ചു. അതെ, എൻ്റെ മോൻ ദീപുവും അനുവുമായുള്ള വിവാഹം തീരുമാനിച്ച വിവരം എല്ലാവരെയും അറിയിക്കുന്നു. വാട്ട്?
ഞാൻ ആകെ ഞെട്ടി. ചവിട്ടി നിൽക്കുന്ന മണ്ണൊലിച്ചു പോകുന്നത് പോലെ ചുറ്റിലും കേൾക്കുന്ന കയ്യടികൾ കർണപടത്തെ പൊട്ടിക്കുന്നു. അങ്കിൾ എന്നെ ദീപുവിന്റെ അടുത്തേക്ക് നിർത്തി. ഏട്ടന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയുന്നില്ല. നിറഞ്ഞ കണ്ണ് കാഴ്ചയെ മറക്കുന്നു. ശരീരം കുഴഞ്ഞു പോകുന്നു. തൊണ്ടക്കുഴിയിലെ വെള്ളം വറ്റുന്ന പോലെ. സംഭവിക്കുന്നത് എന്തെന്നറിയുന്നതിനു മുന്നേ ഞാൻ തളർന്നു വീണിരുന്നു. മീര! നിലത്തേക്ക് പതിയും മുന്നേ ഏട്ടൻ എന്നെ താങ്ങി പിടിച്ചു. ആ മുഖത്തേക്കൊന്ന് നോക്കാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴേക്കും കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു. മുഖത്ത് വെള്ളത്തുള്ളികൾ വന്ന് പതിക്കുമ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. എല്ലാവരും എനിക്ക് ചുറ്റുമുണ്ട്. എന്നാൽ എൻ്റെ കണ്ണുകൾ തിരഞ്ഞത് ഏട്ടനെയാണ്. നോക്കുമ്പോൾ ഏട്ടൻ്റെ പൾസ് റേറ്റ് ചെക്ക് ചെയ്യുവാണ്. ഒന്നുമില്ലടോ, BP ഒന്ന് ഹൈ ആയതാ. ഏട്ടൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഇത്രയൊക്കെ നടന്നിട്ടും ഏട്ടൻ എങ്ങനെ ചിരിക്കാൻ കഴിയുന്നു? പേടിപ്പിച്ചല്ല മോളെ നീ. ആൻറ്റി എൻ്റെ നെറുകയിൽ തലോടി. ദേവ, പാർട്ടി താനൊന്ന് മാനേജ് ചെയ്തേക്ക്. ഇനിയിപ്പോൾ പാർട്ടിക്ക് വരാനുള്ള മാനസികാവസ്ഥയല്ല എനിക്ക്. അങ്കിൾ ദേവണ്ണങ്ങിനെ നോക്കി പറഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ സാർ. ഏട്ടൻ അങ്കിളിനോട് യാത്ര പറഞ്ഞിറങ്ങി. ഒന്നെന്നെ നോക്കിയത് പോലും ഇല്ല. ഒരേ ഒരു തവണ എന്നെ ഒന്ന് നോക്കിയെങ്കിൽ ആ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞേനെ ഞാൻ. ഏട്ടൻ കണ്ണിൽ നിന്ന് മറയും വരെ ഞാൻ നോക്കി ഒരു നോട്ടത്തിനായി. എന്നാൽ അതുണ്ടായില്ല. കണ്ണുനീർ കാഴ്ചയെ മറക്കുമ്പോഴും ഞാൻ കാണുന്നുണ്ടായിരുന്നു ദീപുവിൻ്റെ മുഖത്തെ സന്തോഷം. എല്ലാം വെട്ടിപ്പിടിച്ചതിൻ്റെ ആഹ്ലാദം. എല്ലാം കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ആൻറ്റി, എല്ലാം തിരിച്ചു കിട്ടിയെന്ന് തോന്നി തുടങ്ങിയതായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു കുഴി ബോംബ് ഒളിഞ്ഞിരിക്കുന്നത് അറിഞ്ഞില്ല. ആ അനൗൺസ്മെന്റ് അവളേക്കാൾ തളർത്തിയത് എന്നെയായിരുന്നു. പക്ഷേ എൻ്റെ പെണ്ണ് വാടിയ താമരത്തണ്ട് പോലെ തളർന്നു വീണപ്പോൾ സഹിച്ചില്ല. മനഃപൂർവ്വമാണ് അവളെ മൈൻഡ് ചെയ്യാതിരുന്നത്. എൻ്റെ പ്രസൻസ് അവളെ കൂടുതൽ സങ്കടപ്പെടുത്തും. എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി പുറത്തേക്കിറങ്ങി.